ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവധി ദിവസമാണ്, ജുമാ ദിവസം കൂടിയാണ്. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചു. സിറ്റിയിലും മാലിയയിലും സുഖ് മുബാറക്കിലും ഉക്കുമെങ്കിൽ കേലാൻഡിലും ഒന്ന് പോകണം. അപ്പോൾ അവിടുത്തേക്ക് വിശേഷങ്ങൾ നമുക്ക് പതിയെ നടന്നുകൊണ്ട് കാണാം. കൈഫാനിൽ നിന്നും സിറ്റിയിലേക്ക് 20 മിനിറ്റോളം നടക്കാനുണ്ട്. ഇളം ചൂടും കൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു തുടങ്ങി. ഇവിടെ കുവൈറ്റ് റെസിഡൻസി ഏരിയ ആയതുകൊണ്ട് വൃത്തിയുള്ള റോഡും നടപ്പാതയും റോഡിന് മധ്യത്തിലുള്ള ഗാർഡനും തൊട്ടടുത്തുള്ള പാർക്കുമൊക്കെ വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. വിവിധ തരത്തിലുള്ള ആർക്കിടെക്റ്റുകളിലുള്ള വീടുകളും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആദ്യം പോകുന്നത് മാലിയേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് കൈഫാൻ ബ്ലോക്ക് 2-ലാണ്. ഇവിടുന്ന് 2-ാം നമ്പർ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഷാമിയിൽ കടന്ന് അതിലേക്കൂടെ നേരെയാണ് നമുക്ക് പോകേണ്ടത്. ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്ത് ഇറങ്ങേണ്ടത്. രണ്ടാം നമ്പർ റോഡിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഈ സൈഡിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഷാമിയിലാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കാണുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒരു കൃഷിയും ചെയ്ത് ജമന്തിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ് ഉണ്ടല്ലേ, ക്യാബേജ്, ക്യാരറ്റ്, ജമന്തി. ഈ ചെറിയ സ്ഥലത്ത് അവർ ചെറിയ ചെറിയ രീതിയിലുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ഇവിടെ വീടുകളിൽ പാർക്കിംഗ്, വണ്ടികളുടെ പാർക്കിംഗ് എന്ന് പറയുന്നത് പുറത്ത് സൈഡിലാണ്. ഈ കാണുന്ന രീതിയിലാണ് പുറത്ത് ഷെഡ് പോലെ കെട്ടി വിശാലമായ കാർ പാർക്കിങ്ങുകളാണ്. ഇപ്പം നമ്മളുള്ളതെന്ന് പറയുന്നത് ഷാമിയലാണ്. ഷാമിയൻ്റെ എൻ്റെ ഈ വലത് ഭാഗത്തുള്ളത് ബ്ലോക്ക് നമ്പർ 8-ഉം ഇടത് ഭാഗത്ത് കാണുന്നത് 7-ാം ബ്ലോക്കുമാണ്. ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ കുവൈറ്റിൻ്റെ എല്ലാ മന്തക്കയിലും നമുക്ക് കാണാൻ പറ്റും. മന്തക്ക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പോലെയാണ്. പഞ്ചായത്തിലെ ഓരോ വാർഡും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വാർഡിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്ന ഒരു പഴയൊരു വീടാണ്. അവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ മിക്ക വീടുകളുടെ മുമ്പിലും ബോട്ടുകളുണ്ടാവും. ഇവരുടെ ഉപജീവന മാർഗം പണ്ട് ബോട്ടായിരുന്നു, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങകലെ തലയെടുപ്പോടുകൂടി കാണുന്ന ടവറാണ് ലിബറേഷൻ ടവർ. കുവൈറ്റിലെ ഉയരം കൂടിയ ടവറുകളിലൊന്നാണ്. മിർഗാവിലാണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്, അതായത് സിറ്റിയുടെ ഒത്ത മധ്യത്തിലായിട്ടാണ്. കുവൈറ്റിൻ്റെ ഐക്കണുകളിലൊന്നാണ് ലിബറേഷൻ ടവർ. ഈ ടവറിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. മിക്ക വീടുകളുടെ മുന്നിലും മനോഹരമായ പൂന്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൂവോടുകൂടിയ ചെടികളാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അതും തണുപ്പ് കാലത്ത്